200. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പന്തളത്താണ്. ഇന്ന് നമ്മൾ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ കാണും. ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ ആക്റ്റീവയിലാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ പൊന്മുടിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പൊന്മുടിക്ക് പോകാം. അതുകൊണ്ട് ഒരു കുളമോ എന്ത് കുളമല്ല ഇതാ അരെ ഇത് നെയ്യാറാന്ന് തോന്നുന്നു കേട്ടോ. ആയിരിക്കും, ഗൂഗിൾ മാപ്പിൽ ഒന്നും കാണിക്കുന്നില്ല. എഴുന്നൂറ് മീറ്ററിലൂടെ പോയാൽ വിതുര എത്തുമെന്ന് പറയുന്നു. 250 മീറ്ററിലൂടെ കഴിയുമ്പോൾ തിരിഞ്ഞോടെ ചേച്ചി പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെ ഉണ്ട് ലൈനും പണിയൊക്കെ. നമ്മളങ്ങനെ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തുതി. പൊന്മുടിക്ക് ഇനി 23 കിലോമീറ്ററൂടെ ഉള്ളൂ. മിക്കവാറും ആ കാണുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും. ആണ്ട വിതിരാന്ന് എഴുതി വെച്ചേക്കുന്നു. വലത്തോട്ട് തിരിഞ്ഞാൽ നെടുമങ്ങാട്, ആര്യനാട്, തിരുവനന്തപുരം. നമ്മൾ സ്ട്രെയിറ്റ് പൊന്മുടി. അപ്പോൾ നമ്മൾ പൊന്മുടി എത്താറായിട്ടുണ്ട്. ഇവിടെ ബോർഡ് കാണാം. പൊന്മുടിക്ക് ഇവിടുന്ന് 20 കിലോമീറ്റർ, മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് 5.5 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും പൊന്മുടിയിലെ വിശേഷങ്ങളും ഒക്കെ കാണാം. ഈ പ്രദേശം ക്യാമറ നിരീക്ഷണത്തിലാവാം. മാലിന്യം ഇടുന്നവർക്ക് 5 വർഷം തടവുണ്ട് കേട്ടോ. പൊന്മുടിക്ക് 19 കിലോമീറ്ററിന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. ഗൂഗിൾ മാപ്പിൽ 15 കിലോമീറ്ററിന് കാണിക്കുന്നു. ഇത് ബ്രിട്ടീഷുകാർ പണിഞ്ഞായിരിക്കും കേട്ടോ. ടിക്കറ്റ് എടുക്കാനായിരിക്കും. ക്യാമറ ഉണ്ടെങ്കിൽ പാസ് എടുത്തിട്ടോളാം. 2 മണിക്കൂർ കേട്ടോ. 2 മണിക്കൂറെ സമയം. പെട്ടെന്ന് പോവാ, പെട്ടെന്ന് വരിക. ഓ ശരി ശരി. അല്ല, എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമത്തെ വൈരുദ്ധ്യം പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ അറിയാം. ക്യാമറയ്ക്ക് 50, ഒരാൾക്ക് 30, വണ്ടിക്ക് പേഴ്സിലോട്ട് വെച്ചാൽ മതി. പേഴ്സിലോട്ട് വെച്ചാൽ മതി. 12 മണി.
അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്ത് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് പോവാണ്. ഗോ സ്ലോ വൈൽഡ് ലൈഫ് സോൺ 11 കിലോമീറ്റർ ഓടിനി. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് തന്നെ 2 മണിക്കൂർ മാത്രമേ നമുക്ക് മുകളിൽ നിൽക്കാനായിട്ട് അനുവാദമുള്ളൂ. ഈ കൊറോണ വ്യാപനമൊക്കെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങളാണ്. അപ്പോൾ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 മണി വരെയാണ് പ്രവേശനമുള്ളത്. ഇവിടുന്ന് മുകളിലേക്ക് ആകെ 22 ഹെയർപിൻ വളവുകളാണുള്ളത്. അതെല്ലാം കണ്ട് നമുക്ക് മുകളിലേക്ക് പോവാം. കിടത്തിയെടുക്കുക, എന്താ ഇപ്പം എങ്ങനെ കയറാനാ ഇത്? രണ്ട് 3 4 പേര് മനുഷ്യന്മാരെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇരുപത്തിരണ്ടാമത്തെ 12ാമത്തെ വളവാണ് ഇത്. ആകെ 22 വളമാണ് ഉള്ളത്. അതിൽ 12ാമത്തെ വളവാണ്. വണ്ടി കേടായി കിടക്കുന്നു. പത്തനംതിട്ടക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ. പതിനാറാമത്തെ വളവ്. അപ്പോൾ 15ാമത്തെ വളവ് നമ്മൾ കയറിയോ? ആ ശരിയാ. നമ്മളിതാ പൊന്മുടി എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ എന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. മുകളിലേക്ക് 2 കിലോമീറ്റർ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ അതൊക്കെ കൂടെ കാണിച്ചിട്ട് നമുക്ക് മേളോട്ട് പോകാമെന്ന് കരുതി. ഏതായാലും ഒന്ന് കണ്ടു നോക്കാം. ആവേശമാണ്. ബാക്കിയുള്ളവനെ കൂടെ തള്ളി മറിച്ചു. വ്യൂ പോയിന്റ് ഒന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തോ ഇവിടെ വ്യൂ ഒന്ന് നോക്കിയിട്ട് പോവാം. ഇപ്പോൾ അടച്ചു വെച്ചേക്ക് കേട്ടോ. പഴയ വ്യൂ പോയിന്റ് അടച്ചു വെച്ചിരിക്കുക. നമുക്ക് പോയാലോ? പറന്നു പോകുന്ന കാറ്റ.
വെക്കാം. താഴേന്ന് ഇവിടെ വരെ കയറി വന്നു. അത്രയും താഴേന്ന് ഇവിടെ വരെ കയറി വരാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒരു പ്രയാസം, ഒരു പാർക്കിങ്ങിന് എത്ര രൂപയാണ് മേടിച്ചേ? മലഞ്ചേരി കൊണ്ട് വെക്കാനാണോ പാർക്കിംഗ് ഫീസൊക്കെ മേടിച്ചത്? ഞങ്ങളപ്പോൾ പൊന്മുടി എത്തിയിട്ടുണ്ട്. അവിടെ മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ അവിടോട്ട് നടക്കുകയാണ്. വ്യൂ പോയിന്റിലെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ മുകളിലോട്ട് നടന്നു കയറുകയാണ്. അത്യാവശ്യം നല്ല കാറ്റ് വീശുന്നുണ്ട്. ചെറിയ കയറ്റമാണ്. അപ്പോൾ നമുക്ക് മേളിൽ പോയിട്ട് മേളത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നോക്കാം. Beep beep beep.